കോടാലി കടമ്പോട് ഉറങ്ങുന്നതിനിടെ പാമ്പ് കടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച വീട്ടിൽ പരിശോധന ശക്തമാക്കി വനം വകുപ്പ്. തുടർച്ചയായി പാമ്പുകളെ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ തറയുടെ ഒരു ഭാഗം പൊളിച്ചാണ് പരിശോധന നടത്തിയത്. പാമ്പിനെ പിടികൂടുന്ന സർപ്പ ടീമിലെ പരിചയസമ്പന്നരായ ആളുകളാണ് പരിശോധന നടത്തിയത്. ശുചിമുറിയുടെ പൈപ്പിനകത്തുകൂടെ പാമ്പ് കടക്കുന്നതാണെന്നാണ് സംശയിക്കുന്നത്. ഇതിന് സമീപത്തെ തറയുടെ ഒരു ഭാഗം പൊളിച്ചു നീക്കിയായിരുന്നു പരിശോധന. വ്യാഴാഴ്ച രാത്രിയിൽ നടത്തിയ പരിശോധനയിലും ശുചിമുറിയിൽ നിന്നും പാമ്പിനെ കിട്ടിയിരുന്നു. അതിനു മുൻപായി കിടപ്പുമുറിയിൽ നിന്നും പാമ്പിനെ കിട്ടി. കുട്ടി മരിച്ചതിന് ശേഷം 5 പാമ്പുകളെയാണ് വീട്ടിൽ നിന്നും കണ്ടെത്തിയത്. കുട്ടിയെ കടിച്ച ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെയാണ് 5 തവണയും വീട്ടിനുള്ളിൽ നിന്ന് കിട്ടിയത്. വെള്ളിയാഴ്ച വീടിന്റെ തറയുടെ ഒരു ഭാഗം പൊളിച്ചു നടത്തിയ പരിശോധനയിൽ പാമ്പിന്റെ ഉറവിടം കണ്ടെത്താനായില്ല. വീടിന്റെ പല ഭാഗങ്ങളിലായി തുടർച്ചയായി പാമ്പിനെ കണ്ടതിന്റെ പശ്ചാത്തലത്തിലാണ് പൊളിച്ച് പരിശോധന നടത്തിയത്. ഇതിന്റെ ഈ അരിവശം ഈ 4 ഭാഗത്ത് വെച്ചിട്ടുള്ള പേസ്റ്റ് ചെയ്തിട്ടുള്ള ഭാഗം ഇളകി അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങി പോയിരുന്നു. ഇറങ്ങി പോയിട്ട് കോൺക്രീറ്റിൽ പോയി മണ്ണിൻ്റെ അടിയിൽ പോയിട്ട് ആ തറയുടെ പുറത്തേക്ക് ഒരു ചെറിയ ഹോളുണ്ടായി. ആ ഹോളിൽ കൂടെ മണ്ണിളകി പോയ ഹോളിൽ കൂടെ ആയിരിക്കണം പാമ്പുകൾ കയറി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ബാക്കി നമുക്ക് വേറെ ഒന്നും സാന്നിധ്യം ഉണ്ടെന്നുള്ളത് ഓക്കെയാണ്, പക്ഷേ ഇതിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഫൗണ്ടേഷനുള്ളിലായിരിക്കാം. ഫൗണ്ടേഷനുള്ളിൽ നമ്മൾ തിരച്ചിൽ നടത്തണമെന്നുണ്ടെങ്കിൽ വീടിന് ചുറ്റും പൊളിച്ച് അത് പ്രായോഗികമായ ഒരു കാര്യമല്ല. ആയതിനാൽ നമ്മൾ അപ്പോൾ അദ്ദേഹം അത് സീൽ ചെയ്യാന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ പൊളിച്ച് ഹോളുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീടിന് ചുറ്റും കോൺക്രീറ്റ് ചെയ്ത് ഹോളുകളൊക്കെ ഒന്ന് അടയ്ക്കാന്നുള്ള രീതിക്കാണ് അദ്ദേഹം സംസാരിച്ച് വീട്ടുകാരെ. സീൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ പുറത്തുനിന്നുള്ള ഹോള് വീടിൻ്റെ അകത്തേക്ക് ഇല്ലെങ്കിൽ പിന്നെ വീടിൻ്റെ അകത്തേക്ക് എത്തിപ്പെടാൻ വഴിയില്ലല്ലോ. പൊതുവേ ഈ വേനൽക്കാലം ആയതുകൊണ്ടാണ്, ഈ ചൂട് കൂടിയതുകൊണ്ടാണ് ഇങ്ങനെ പൊതുവേ ഇങ്ങനെ പാമ്പിൻ്റെ സാന്നിധ്യം കൂടി വരുന്നത്. ബാത്റൂമിൽ പാമ്പ് കയറാൻ ഇടയുള്ള ഭാഗം സീൽ ചെയ്യും. വീട്ടിലും പരിസര പ്രദേശങ്ങളിലും വനം വകുപ്പിന്റെ തുടർ നിരീക്ഷണം തുടരുമെന്നും വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷിനോജ് KS പറഞ്ഞു. വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷിനോജ് KS ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സാർ, ഈ അനൂഷ് മോൻ ആശുപത്രിയിൽ സുഖം പ്രാപിക്കുന്ന ഒരു വലിയ ആശ്വാസം നമുക്കൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇവിടെ തുടർച്ചയായി ഈ വീട്ടിൽ പാമ്പുകളെ കണ്ടെത്തുന്നത് 5ഓളം പാമ്പുകളെയാണ് ഈ സംഭവത്തിന് ശേഷം കണ്ടെത്തിയത്. അപ്പോൾ വനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ഒരു തുടർ നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയുക? നമ്മൾ ഈ പാമ്പിനെ കണ്ടതും ആ മരണത്തിൻ്റെ ഇതിന് ശേഷം നമ്മൾ ഈ വീടും പരിസരമൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുകയും അതൊക്കെ വെട്ടിത്തെളിച്ച് കത്തിച്ച് കാണാൻ പറ്റും. ഇവിടെ ബാക്ക് സൈഡിൽ ക്ലീൻ ചെയ്തിട്ടുള്ളതാണ്. കാട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ പാമ്പുകൾ ഒളിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സാഹചര്യവും നമ്മൾ നീക്കം ചെയ്തിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ ഉള്ളിലും നമ്മൾ നമ്മുടെ സ്റ്റാഫും വാച്ചർമാരും എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ച് അതെല്ലാം ഭംഗിയായിട്ട് ചെയ്ത് തീർത്തതായിരുന്നു. പിന്നെ അതിനുശേഷം തുടർച്ചയായിട്ട് 3ാമത്തെ പാമ്പിനെ കണ്ടു. അതിനുശേഷം വന്ന് ഒരു ക്ലീനിങ് കൂടെ നടത്തി. പിന്നെ ഇന്നലെയാണ് 4ാമത്തെയും 5ാമത്തെയും പാമ്പിനെ നമ്മുടെ ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്തും വന്നിട്ട് നമ്മൾ 4 മണിയോട് കൂടിയിട്ടായിരുന്നു 4ാമത്തെ പാമ്പിനെ കണ്ടത്. ആ സമയത്തും ക്ലീനിങ് എല്ലാം വന്ന് കൃത്യമായി നോക്കി പോയതാണ്. പിന്നെ രാത്രി 11 മണി, ഏകദേശം 11 മണിയോടുകൂടി രാത്രി ബാത്റൂമിൽ പാമ്പിനെ കണ്ടതായിട്ട് വിവരം കിട്ടുകയും തുടർന്ന് നമ്മുടെ സ്റ്റാഫും വാച്ചർമാരെത്തി അതിൻ്റെ സ്ഥിതിഗതികൾ വിലയിരുത്തി. പിന്നെ രാത്രി ആയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് രാവിലെ വന്ന് ബാക്കി കാര്യങ്ങളും ആ ടൈല് അതിൻ്റെ ഇടയിലുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് നോക്കുകയും അതനുസരിച്ച് ആ ടൈലെല്ലാം പൊളിക്കും പൈപ്പിൻ്റെ ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പക്ഷേ അവിടെ നിന്നും മറ്റ് പാമ്പിൻ്റെ ഇരിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ പാമ്പ് മുട്ട വിരിഞ്ഞ് അവിടെ നിന്നാണ് ഇറങ്ങിയെന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ മറ്റ് സാഹചര്യങ്ങളൊന്നും നമുക്കിതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇനി ഇപ്പോൾ ഏകദേശം അവസാനിച്ച രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നേരത്തെ 8 വയസ്സുകാരൻ അൽജോ പാമ്പ് കടിയേറ്റ് മരിക്കുകയും സഹോദരൻ അവശനിലയിലാവുകയും ചെയ്തതിന് പിന്നാലെ ഇവരുടെ വീടിന് ചുറ്റും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തീയിട്ടിരുന്നു. വീട്ടിൽ 2ാമതും പാമ്പിനെ കണ്ടെത്തിയ സാഹചര്യത്തിലായിരുന്നു അത്. വീട്ടിൽ കൂടുതൽ പാമ്പിന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാലാണ് വീടിന് ചുറ്റും തീയിട്ടത്. കഴിഞ്ഞ 19-നാണ് അനൂഷിനും അൽജോയ്ക്കും വീട്ടിൽ ഉറങ്ങുന്നതിനിടെ പാമ്പിന്റെ കടിയേൽക്കുന്നത്. അബോധാവസ്ഥയിൽ സഹോദരങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ നാട്ടുകാർ വീട്ടിൽ നടത്തിയ തെരച്ചിലിലാണ് ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെ ഇവരുടെ കിടപ്പുമുറിയിൽ നിന്നും കണ്ടെത്തിയത്. കടമ്പോട് സ്വദേശിയായ
8 വയസ്സുകാരൻ അൽജോ പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവത്തെ തുടർന്ന് നമ്മളൊക്കെ വലിയ ദുഃഖത്തിലായിരുന്നു. അതിനുശേഷം സംസ്ഥാനത്ത് പലയിടത്തും പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അൽജോയുടെ വീടിനകത്ത് അൽജോയ്ക്ക് പാമ്പ് കടിയേറ്റ ആ മുറിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ മുറിയോട് ചേർന്നുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണിത്. ഇന്ന് ഈ പാമ്പ് കടിയേറ്റ് അൽജോയ്ക്ക് മരണം സംഭവിച്ചതിന് ശേഷം ഈ വീടിനകത്ത് തുടർച്ചയായ ദിവസങ്ങളിൽ പാമ്പുകളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വീടിൻ്റെ ബാത്റൂമിലും അതുപോലെ തന്നെ ഒക്കെയായി 5 പാമ്പുകളെയാണ് ഇതുവരെ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞത്. അത് വലിയ ആശങ്കയായി മാറിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് വനവകുപ്പ് പരിസരത്തെ പറമ്പുകളിലടക്കം തീയിടുകയും ഒക്കെ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. എന്നാൽ ഇന്ന് രാവിലെ ഇവിടെ വന്ന് ഈ ബാത്റൂമിനകത്തുകൂടിയാണ് പാമ്പ് പ്രവേശിക്കുന്നത് എന്ന ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർപ്പ വളണ്ടിയേഴ്സും ഒക്കെ ചേർന്നുകൊണ്ട് ഈ ബാത്റൂമിലെ ടൈൽസൊക്കെ കുത്തിപ്പൊളിച്ച് ഒപ്പം പുറത്തെ തറയിൽ നിന്നുള്ള തറയുടെ ഭാഗമൊക്കെ പൊളിച്ച് വലിയ രീതിയിലുള്ള ഒരു പരിശോധന നടത്തി. പക്ഷേ ഫോറസ്റ്റ് അധികൃതർ പറഞ്ഞത് ഒന്നും തന്നെ ഒരു പാമ്പിൻ്റെ സാന്നിധ്യവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്നലെ അടക്കം ഇവിടെ 5 പാമ്പുകളെയാണ് കണ്ടെത്തിയത്. അപ്പോൾ വലിയ ആശങ്ക നിൽക്കുകയാണ് ഇപ്പോഴും. ഏതായാലും വീട്ടുകാരെ സമാധാനപ്പെടുത്തുക എന്നത് മാത്രമാണ് നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്നത്. ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പാമ്പുകളെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ പൊളിച്ച ഭാഗങ്ങളൊക്കെ സീൽ ചെയ്ത് അത് സുരക്ഷിതമാക്കാം എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ആശങ്ക ഒഴിയുന്നില്ല. ഒപ്പം ഈ ചൂട് ഏറുന്ന ഒരു സാഹചര്യത്തിൽ വലിയ ജാഗ്രത തുടരണമെന്ന് മുഖ്യമന്ത്രി അടക്കം ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമ്മോടൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വലിയ ഒരു ജാഗ്രത ഈ പാമ്പുകൾ മുട്ടയിടുകയും ഒപ്പം അവ മുട്ട വിരിയുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് എന്നാണ് നമ്മുടെ സർപ്പ വളണ്ടിയേഴ്സ് അടക്കമുള്ളവർ പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിലൊരു വലിയ ജാഗ്രത നമ്മുടെ ഭാഗത്തു നിന്ന് ഈ ദിവസങ്ങളിൽ ഉണ്ടാകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡ്രോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.